നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളം മികവുറ്റ വ്യാവസായിക വളർച്ച നേടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി. കോട്ടയത്ത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്ത് പിണറായി വിജയൻ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന 2ാമത്തെ ഭിത്തിയുടെയും തൂണിന്റെയും പണികൾ ആരംഭിച്ചു. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകം. പ്രതി അമിത് ഉറാങ്ങിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോയ സ്ഥലങ്ങളും ഇടപഴകിയവരുമായി തെളിവെടുപ്പ് നടത്തും. പുതുപ്പള്ളി വിശ്വാസപ്രഭയിൽ പുതുപ്പള്ളി പള്ളിയിൽ കൊടിയേറി. പ്രധാന തിരുനാൾ മെയ് 5, 6, 7 തീയതികളിൽ. വാർത്തകൾ വിശദമായി. കാലാനുസൃതമായ പുരോഗതി സംസ്ഥാനത്ത് കൈവരുത്താനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി കോട്ടയം ഈരയിൽക്കടവ് ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2ാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോട്ടയത്തെത്തി. കോട്ടയത്ത് നടന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. കേരളം മികവുറ്റ വ്യാവസായിക വളർച്ച നേടിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത വർഷം സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇരട്ടിയാകുമെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 6300 ആണ്. അടുത്ത വർഷത്തോടെ ഇത് 15000 ആകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വികസനം ഉണ്ടാകരുതെന്ന ശത്രുതാ മനോഭാവം സ്വീകരിച്ചവരെ അതിജീവിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഞെരുക്കലിനെ മറികടന്നാണ് വരുമാനം 3 വർഷം കൊണ്ട് ഇരട്ടിയാക്കിയത്. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വലിയ തോതിലാണ് സ്റ്റാർട്ടപ്പിന്റെ വികസനം നടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ടായ നിക്ഷേപം 5800 കോടി രൂപ. തൊഴിലവസരം 60,000. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായാണ് കേരളത്തെ മറ്റുള്ളവർ കണക്കാക്കുന്നത്. നമ്മൾ ഇതിൽ ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2026 ആകുമ്പോൾ 15,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണമെന്നാണ് നാം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നിർത്തലാക്കി എന്നും വ്യവസായ മേഖലയ്ക്ക് ഗുണമേന്മയുള്ള വൈദ്യുതി നൽകാൻ കഴിഞ്ഞെന്നും കോട്ടയത്ത് നടന്ന മുഖാമുഖം പരിപാടിയിൽ സർക്കാർ വിലയിരുത്തി. കോട്ടയം ആൻസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ, യൂണിയനുകൾ, തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണൽസ് തുടങ്ങിയവരാണ് പങ്കെടുത്തത്. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ, ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, ജോസ് കെ മാണി MP, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഗർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിനായി നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന 2ാമത്തെ ഭിത്തിയുടെയും തൂണിന്റെയും പണികൾ ആരംഭിച്ചു. ടൗൺ ഹാളിനോട് ചേർന്നും മണിമല റോഡിനോട് ചേർന്നുമായി 4 തൂണുകളാണുള്ളത്. കാഞ്ഞിരപ്പള്ളിയുടെ ചിരകാല അഭിലാഷമായ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പ്രധാന ഭാഗമായ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന 2ാമത്തെ ഭിത്തിയുടെയും തൂണിന്റെയും പണികൾ തുടങ്ങി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെയാണ് മേൽപ്പാലം പണിയുന്നത്. ടൗൺ ഹാളിന് സമീപത്തും മണിമല റോഡിനോട് ചേർന്നുമാണ് തൂണുകൾ വരുന്നത്. 2 ഭാഗത്തുമായി 4 തൂണുകളാണുള്ളത്. ടൗൺ ഹാളിന് സമീപത്തെ തൂണുകളുടെ പണിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ തൂണുകളുടെ പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ മണിമല റോഡിന് സമീപത്തുള്ള തൂണുകളുടെ പണികൾ ആരംഭിക്കൂ. 12.53 അടി ഉയരമാണ് തൂണുകൾക്കുള്ളത്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പടിക്കൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെ മേൽപ്പാലം പണിത് ടൗൺ ഹാളിന് സമീപത്തുകൂടി പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം എത്തിച്ചേരുന്നതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ്. പൂതക്കുഴിക്ക് സമീപം ബൈപ്പാസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട്. ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ പാറ പൊട്ടിക്കുന്ന ജോലികളും നടക്കുന്നു. കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി 2004 ബൈപ്പാസ് എന്ന ആശയം ഉടലെടുക്കുന്നത്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ ചുമതലയിൽ നിർമ്മിക്കുന്ന ബൈപ്പാസിന് 1.80 കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരയെയും കൊലപ്പെടുത്തിയ അസം സ്വദേശി അമിത് ഉറാങ്ങിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസമാണ് കസ്റ്റഡി കാലാവധി.
കോട്ടയം തിരുവാതുക്കലിൽ ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഉറാങ്ങിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോട്ടയം മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ അനുവദിച്ചു. മെയ് 2 വൈകുന്നേരം 5 വരെയാണ് പോലീസ് കസ്റ്റഡി സമയം. അമിത് ഉറാങ് സംഭവം നടന്ന ദിവസവും അതിനു മുൻപും സഞ്ചരിച്ച സ്ഥലങ്ങളും ബന്ധം പുലർത്തിയവരെയും കണ്ടെത്തുന്നതിനാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. കൃത്യം നടത്തിയ ശേഷം അമിത് സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ എന്നിവരെയാണ് ഇവരുടെ ജീവനക്കാരനായിരുന്ന പ്രതി അസം ദിബ്രുഗഡ് പീത്താഗുഡി സ്വദേശി അമിത് ഉറാങ് ഇക്കഴിഞ്ഞ 22 കൊലപ്പെടുത്തിയത്. വിജയകുമാറിനോടുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് അമിത് ഉറാങ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. പുതുപ്പള്ളി എറികാട് കരകളിൽ നിന്നും എത്തിച്ച 2 കൊടിമരത്തിലായാണ് കൊടിയേറ്റിയത്. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശ്വാസി സാഗരത്തെ സാക്ഷി നിർത്തി വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് പുതുപ്പള്ളി ഏറികാട് കരകളിൽ നിന്നും ഘോഷയാത്രയായി എത്തിച്ച കൊടിമരങ്ങൾ വൈദികർ ആശീർവദിച്ചു. തുടർന്ന് കൊടിമരത്തിന് മുകളിൽ കുരിശ് നാട്ടി. വഞ്ചിപ്പാട്ട് പാടിയും ആർപ്പു വിളിച്ചുമാണ് ഇരട്ട കൊടിമരങ്ങൾ ദേവാലയത്തിൽ എത്തിച്ചത്. വാദ്യമേളങ്ങൾ അകമ്പടിയായി. മെയ് 1 മുതൽ പുതുപ്പള്ളി കൺവെൻഷൻ നടക്കും. മെയ് 5, 6, 7 തീയതികളിലാണ് പ്രധാന തിരുനാൾ. 7 ചരിത്രപ്രസിദ്ധമായ വെച്ചൂട്ട് നേർച്ച സദ്യ നടക്കും. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഈ മാസം 23 പെരുന്നാളിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് സ്കന്ദപുരാണ ജ്ഞാനയജ്ഞം തുടങ്ങി. മരങ്ങാട്ടില്ലം അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് യജ്ഞത്തിന് ഭദ്രദീപം കൊളുത്തിയത്. പാമ്പാടി വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് സ്കന്ദപുരാണ ജ്ഞാനയജ്ഞം ഭക്തിസാന്ദ്രമായി പുരോഗമിക്കുന്നു. ഹൈന്ദവ മതത്തിലെ 18 പുരാണങ്ങളിൽ ഏറ്റവും വലുതാണ് സ്കന്ദപുരാണം. ശിവപാർവതി പുത്രനായ സുബ്രഹ്മണ്യന്റെ ലീലകളാണ് ഈ പുരാണത്തിൽ പ്രതിപാദിക്കുന്നത്. വ്യാസമഹർഷിയാണ് സ്കന്ദപുരാണം രചിച്ചത്. വെള്ളൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മരങ്ങാട്ടില്ലം അനൂപ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ നവധാന്യമൊക്കെ തന്ന് അതിൻ്റെതായ ഗ്രഹത്തിൻ്റെ ഓരോ ചടങ്ങുകളെ പറ്റിയൊക്കെ പറഞ്ഞ് എന്താണ് ഗ്രഹം എന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ച ശേഷം ആ നവധാന്യം സനകാദികൾക്ക് നൽകുന്ന ഉപദേശം, പാർവതി പരിണയം തുടങ്ങിയ ഭാഗങ്ങളാണ് വായിച്ചത്. നിരവധി ഭക്തർ അപൂർവമായി മാത്രമുള്ള സ്കന്ദപുരാണ യജ്ഞത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിൽ എത്തി. ശ്രീ പത്മനാഭദാസ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മയാണ് യജ്ഞത്തിന് ഭദ്രദീപം തെളിയിച്ചത്. യജ്ഞമണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം ഘോഷയാത്രയായാണ് ക്ഷേത്രത്തിൽ എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഭീകരതയ്ക്കെതിരെ കോട്ടയത്ത് ചിത്രകാരന്മാർ ചിത്രം വരച്ച് പ്രതിഷേധിച്ചു. തിരുനക്കര ഗാന്ധി സ്ക്വയറിലായിരുന്നു വേറിട്ട പ്രതിഷേധം.
കോട്ടയം തപസ്യ കലാസാഹിത്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഇസ്ലാമിക മതഭീകരതയ്ക്കെതിരെ കോട്ടയത്ത് ചിത്രകാരന്മാരുടെ പ്രതിഷേധ ചിത്രരചന. തിരുനക്കര ഗാന്ധി സ്ക്വയറിൽ തപസ്യ സംസ്ഥാന സെക്രട്ടറി ആർട്ടിസ്റ്റ് PG ഗോപാലകൃഷ്ണൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ചിത്രകാരന്മാരായ PD മോഹൻദാസ്, ദിനേശ് K പുരുഷോത്തമൻ, VK സുരേഷ് കോതനല്ലൂർ, ഓം ആദിത്യരാജ്, ഭഗവത്, ആഗ്നേയ അനു, ശിവദർശ് മാധവ്, നിവേദിത K ജിത്ത് തുടങ്ങിയവർ ചിത്രം വരച്ചു. രാജു T പത്മനാഭൻ, N ശ്രീനിവാസൻ, ജയദേവ് VG, ഡോക്ടർ രാജേഷ് കടമാഞ്ചിറ, ബിനോയ് C, സുമോൻ KS, ബിന്ദുരാജ്, PN രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരിക്കെതിരെ പോരാടുക എന്ന സന്ദേശവുമായി കോട്ടയത്തെ ഐക്യക്രിസ്തീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ റാലി നടത്തുന്നു. മെയ് 1 രാവിലെ 8:30 കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച് മുണ്ടക്കയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരം 5:30 അവസാനിക്കുന്ന രീതിയിലാണ് റാലി. ദേവസ്വം സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം മുതൽ മുണ്ടക്കയം വരെ തെരഞ്ഞെടുക്കപ്പെട്ട 15 സ്ഥലങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ കലാപരിപാടികളും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 1 രാവിലെ 8:30 ഗാന്ധി സ്ക്വയറിൽ നിന്ന് തുടങ്ങി മുണ്ടക്കയത്ത് അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ലഹരി വിരുദ്ധ റാലിയാണ്. അതിൻ്റെ മധ്യത്തിൽ ഒരു 15 സ്ഥലങ്ങളിൽ പബ്ലിക് മീറ്റിംഗ് പോലെ നടക്കുകയും ആ മീറ്റിങ്ങുകളിൽ നമ്മുടെ CMS കോളേജ്, SAGS കോളേജ്, BCM കോളേജ് തുടങ്ങിയ കോളേജിൽ, അതുപോലെ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാംസും കൂടെ ചേർന്ന ഒരു പരിപാടി ബോധവൽക്കരണ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് VN വാസവൻ മന്ത്രിയാണ്. ചേർപ്പുങ്കൽ YMCWAയുടെ നേതൃത്വത്തിൽ ചേർപ്പുങ്കൽ ജാഗ്രതാ സമിതിയുടെ അവലോകന യോഗം പബ്ലിക് ലൈബ്രറി ഹാളിൽ ചേർന്നു. പ്രസിഡന്റ് ഷൈജു കോയിക്കൽ അധ്യക്ഷനായി. കിടങ്ങൂർ സബ് ഇൻസ്പെക്ടർ രാംദാസ്, എക്സൈസ് ഇൻസ്പെക്ടർ ജെക്സി എന്നിവർ മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെയും നിയമപരമായി പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നും ക്ലാസ് എടുത്തു. ചെറുവള്ളി പഴയിടം മഠത്തിലെ ജോസഫാമ്മ എന്ന് വിളിക്കുന്ന സിസ്റ്റർ ജോസഫ കാക്കലിൽ നിര്യാതയായി 95 വയസ്സായിരുന്നു. ഭൗതികദേഹം ബുധനാഴ്ച രാവിലെ 6:30 പഴയിടം മഠത്തിൽ കൊണ്ടുവരും. സംസ്കാര ശുശ്രൂഷകൾ ഉച്ചകഴിഞ്ഞ് 2:45 വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും. അറിയിപ്പ്: 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിലെ മികവ് വർദ്ധിപ്പിക്കാൻ MG സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് മെയ് 13 മുതൽ 30 വരെ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് അവസരം. ഫീസ് 1500 രൂപ. ബാലസംഘം വാഴൂർ ഏരിയ വേനൽത്തുമ്പി കലാജാഥയുടെ പരിശീലന ക്യാമ്പ് ഈ മാസം 30, 1, 2 തീയതികളിൽ പൊൻകുന്നത്ത് നടക്കും. മെയ് 3, 4, 5 തീയതികളിൽ വിവിധ ലോക്കലുകളിൽ കലാജാഥ പര്യടനം നടത്തും. 3-ാം തീയതി പകൽ 3 മണിക്ക് പൊൻകുന്നത്താണ് ഉദ്ഘാടനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം മികവുറ്റ വ്യാവസായിക വളർച്ച നേടിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആധുനിക വിജ്ഞാനോൽപാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി. കോട്ടയത്ത് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്ത് പിണറായി വിജയൻ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന 2ാമത്തെ ഭിത്തിയുടെയും തൂണിന്റെയും പണികൾ ആരംഭിച്ചു. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ട കൊലപാതകം. പ്രതി അമിത് ഉറാങ്ങിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പോയ സ്ഥലങ്ങളും ഇടപഴകിയവരുമായി തെളിവെടുപ്പ് നടത്തും. പുതുപ്പള്ളി വിശ്വാസപ്രഭയിൽ പുതുപ്പള്ളി പള്ളിയിൽ കൊടിയേറി. പ്രധാന തിരുനാൾ മെയ് 5, 6, 7 തീയതികളിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.